അബൂ ഇദ്രീസുൽ ഖവലാനി റഹിമഹുല്ലാഹ് പറയാണ്, ദഖൽതു മസ്ജിദ ദിമഷ്ഖ, ഞാൻ ഡമസ്കസിലെ ഒരു പള്ളിയിൽ പ്രവേശിച്ചു. ഫൈദാ ഫതാ ബറാഖുസനായ, അപ്പണ്ട് പല്ലുകൾ ഇങ്ങനെ തിളങ്ങുന്ന, മുൻപല്ലുകൾ ഇങ്ങനെ തിളങ്ങുന്ന ഒരു യുവാവിനെ കണ്ടു അവിടെ. വൈദൻ നാസുമാഹു, ജനങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട്. ഫൈദഖ്തലഫു ഫീ ഷൈഇൻ, എന്തെങ്കിലും ഒരു വിഷയത്തിൽ അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടായാൽ, തർക്കമുണ്ടായാൽ, അസ്നദൂഹു ഇലൈഹി, ആ ഭിന്നിപ്പിനെ അദ്ദേഹത്തിലേക്ക് ചേർക്കുന്നു വെച്ചാൽ മൂപ്പരെടുത്ത് പോയിട്ട് വിഷയം പറയുന്നു. അങ്ങനെ വസദറു അർറഈഹി, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ മടങ്ങിപ്പോരുന്നു. ആ ആളെടുത്ത് പോയിട്ട് എന്തൊരു വിഷയത്തിൽ തമ്മിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തർക്കം വന്നാൽ നേരെ എല്ലാവരും കൂടെ അദ്ദേഹത്തിന്റെ അടുത്ത് പോകുന്നു. അദ്ദേഹം പറഞ്ഞ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് സന്തോഷത്തോടെ തിരിച്ചു വരുന്നു. അങ്ങനത്തെ ഒരു യുവാവിനെ കണ്ടപ്പോ ഫസഅൽതു അൻഹു, അവിടെയുള്ള ആരോടോ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ആരാണ് അതെന്ന് ചോദിച്ചു. അബൂ ഇദ്രീസുൽ ഖവലാനി തങ്ങൾ പറയാണ്, ഞാൻ ആരാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചു അവിടെയുള്ള ഒരാളോട്. ഫഖീല, പറയപ്പെട്ടു, ഹാദാ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, അത് മുത്തനബിന്റെ സഹാബിയായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ആണ് എന്ന് പറയപ്പെട്ടു. അങ്ങനെ പറയപ്പെട്ടപ്പോ ഫലമ്മാ കാന മിനൽ ഗദി, പിറ്റേ ദിവസമായപ്പോൾ ഹജ്ജർതു, ഞാൻ നേരത്തെ പോയി പള്ളിയിലേക്ക്. ഫവജദ്തുഹു ഖദ് സബഖനി ബിത്തഹ്ജീർ, ഞാൻ അദ്ദേഹത്തെ എന്റെയും മുമ്പ് നേരത്തെ വന്നതായിട്ട് ഞാൻ അദ്ദേഹത്തെ എത്തിച്ചു. വജദ്തുഹു യുസല്ലി, അദ്ദേഹം നിസ്കരിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. ഞാൻ പിറ്റേ ദിവസം പകൽ നേരത്തെ തന്നെ പള്ളിയിലെത്തി, പക്ഷെ ഞാൻ എത്തുന്നതിന് മുമ്പേ അദ്ദേഹം എത്തി നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഫന്തളർത്തുഹു, ഞാൻ അദ്ദേഹത്തെ കാത്തിരുന്നു. ഹത്താ ഖളാ സ്വലാത്തഹു, അദ്ദേഹത്തിന്റെ നിസ്കാരം തീരുന്നത് വരെ കാത്തിരുന്നു. സുമ്മ ജിഅ്തുഹു മിൻ ഖിബലി വജ്ഹിഹി, അദ്ദേഹത്തിന്റെ മുൻഭാഗത്തുകൂടെ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു. അങ്ങനെയാണ് ഒരാളോട് സംബോധന ചെയ്യുമ്പോൾ പുറകുന്നല്ലോ സംസാരിക്കേണ്ടത്. മുൻഭാഗത്തുകൂടെ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ഫസല്ലംതു അലൈഹി, അദ്ദേഹത്തിന്റെ മുആദ് റളിയല്ലാഹു അൻഹു സലാം പറഞ്ഞു. സുമ്മ ഖുൽതു, എന്നിട്ട് ഞാൻ പറഞ്ഞു, വല്ലാഹി ഇന്നി ലഉഹിബ്ബുക ലില്ലാഹ്, അള്ളാഹുവിനെ തന്നെ സത്യം, അള്ളാഹുവിന് വേണ്ടി ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ മുത്തനബിന്റെ സഹാബിയല്ലേ, അതുകൊണ്ട് അള്ളാഹുവിനോട് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം പറഞ്ഞു. അബൂ ഇദ്രീസുൽ ഖവലാനി തങ്ങൾ പറഞ്ഞു, ഈ ബിഹബുവത്തി റിദാഇ, അപ്പോൾ അദ്ദേഹം എന്റെ ഈ തട്ടത്തിന്റെ സൈഡ് പിടിച്ചുകൊണ്ട് അദ്ദേഹം എന്നെ പിടിച്ചു. ജസമനി ഇലൈഹി, അദ്ദേഹത്തിലേക്ക് എന്നെ വലിച്ചടുപ്പിച്ചു. തട്ടത്തിന്റെ ഭാഗം പിടിച്ചുകൊണ്ട്, മുൻഭാഗം പിടിച്ചുകൊണ്ട് അദ്ദേഹം എന്നെ തന്നിലേക്ക് ചേർത്ത് വെച്ചു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, അബ്ശിർ, നീ സന്തോഷിച്ചോളൂ എന്ന് പറഞ്ഞു. കാരണം ഫൈന്നി സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഖാലല്ലാഹു തആല, അല്ലാഹ് പറഞ്ഞതായിട്ടാണ് നബി തങ്ങൾ പറഞ്ഞത്. എന്താ അല്ലാഹ് പറഞ്ഞത്? വജബത്ത് മഹബ്ബത്തി, എന്റെ സ്നേഹം സ്ഥിരപ്പെട്ടിരിക്കുന്നു. ലിൽ മുതഹാബ്ബീന ഫിയാ, എന്റെ വിഷയത്തിൽ സ്നേഹിക്കുന്ന ആളുകൾക്ക്